ഹായ് സുഹൃത്തുക്കളെ, ഞാൻ എന്നുള്ളത് എൻ്റെ തറവാട്ടിലാണ്. ഇതെൻ്റെ പറമ്പാണ്. ഇവിടെ ഞാൻ ഇവിടെ 2021 ഒരു 50 വാഴ കുഴിച്ചിട്ടിരുന്നു. ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമുണ്ട്, മുക്കം എന്ന സ്ഥലം. അവിടെ പോയിട്ട് ഞാനൊരു 50 കന്ന് വാങ്ങിച്ചു, എൻ്റെ കട വാങ്ങിച്ചു, കുഴിച്ചിട്ടു. ഒരു 10 മാസം ആകുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഇവിടുന്ന് കൊല വെട്ടാൻ കഴിഞ്ഞു. ഇത് ഞാൻ കുഴിച്ചിട്ടതാ ഞാലിപ്പൂവൻ, പൂവൻ, പിന്നെ ചാരപ്പൂവൻ എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, തൊട്ടടുത്ത് നിന്ന് കിട്ടിയാണ്. അങ്ങനെ 3 ഐറ്റമാണ് ഞാൻ കുഴിച്ചിട്ടത്. ഞാൻ ഇപ്പോൾ 2025 ആയി. 25 ഒരു എനിക്ക് തോന്നുന്നു ഒരു 400-ൽ പുറം കൊല ഞാൻ വെട്ടിയിട്ടുണ്ട്. ഇത് വലിയ പരിചരണമൊന്നും വേണ്ട, രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളാണിത്. ഇതിന് വലിയ അസുഖങ്ങളൊന്നും വരാറില്ല. ഇത് കാട് പോലെ ഇങ്ങനെ പടർന്ന് പിടിക്കും. വല്ലപ്പോഴൊക്കെ നമുക്ക് കൊല്ലത്തിൽ ഒരിക്കലട്ടോ ഒരു ചെറിയൊരു പരിചരണം കൊടുത്താൽ മതി. വളങ്ങളിട്ട് വേണമെങ്കിൽ കൊടുക്കാം. നല്ല ഫലപുഷ്ടമായ മണ്ണാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ വെറുതെ കിടക്കുന്ന പറമ്പുകളിൽ നമുക്കിങ്ങനെ കൃഷി ചെയ്യാം. വലിയ പരിചരണങ്ങളൊന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ. ഇതിന് രോഗങ്ങളൊന്നും അങ്ങനെ വരില്ല. രോഗപ്രതിരോധ ശേഷി ഉള്ളൊരു ഇനമാണ് ആണിപ്പൂവനും പൂവനൊക്കെ. അതുകൊണ്ട് സ്ഥലങ്ങളൊന്നും വെറുതെ ഇടാതെ ഇങ്ങനെ എന്തെങ്കിലും കൃഷി ചെയ്യാം. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ കുഴിച്ചിടുക. വലിയ പരിചരണങ്ങളില്ലാതെ നമുക്ക് ഇന്ന് വെട്ടിയെടുത്തിട്ട് ആദായം കിട്ടും. നല്ല വിലയുണ്ട്. കിലോന് 50 രൂപ വരെ കിട്ടുന്നുണ്ട്, ചിലപ്പോൾ 60 രൂപ കിട്ടാറുണ്ട്. എന്തായാലും ഒരു 50 രൂപ എന്തായാലും കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ കൃഷികൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. ഞാനിത് പരീക്ഷിച്ച് വിജയിച്ചതാണ്. പരീക്ഷണം എന്നല്ല, സമയം കിട്ടുമ്പോൾ ഒന്ന് കുഴിച്ചിട്ടാൽ മതി. അങ്ങനെ അതിൽ നമുക്ക് കിട്ടുന്നതൊക്കെ ലാഭം തന്നെയാണ്, വലിയൊരു പരിചരണം അല്ലാതെ. അപ്പോൾ ഇതാണ് എൻ്റെ കൃഷിസ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ, ബൈ.